കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലൂടെ അസാധാരണമായിരിക്കുന്ന ചില കാര്യങ്ങളെ ഈ അധ്യായങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ അധ്യായത്തിൽ പ്രധാനമായിട്ട് അബ്രഹാം, ഇസ്ഹാക്ക്, അബ്രഹാമിൻ്റെ 2 ദാസന്മാർ മോറിയ മലയിൽ യാഗത്തിന് വേണ്ടി കടന്നു പോകുന്ന കാര്യങ്ങൾ വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. അതിൽ 1-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അസാധാരണമായിരിക്കുന്ന ഒരു അരുളപ്പാട് അബ്രഹാമിന് ലഭിക്കുകയാണ്. സാധാരണമായിരിക്കുന്ന ഒരു അരുളപ്പാടല്ല, അസാധാരണമായിരിക്കുന്ന ഒരു അരുളപ്പാട്. അസാധാരണമെന്ന് പറയുവാൻ കാരണം, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ മോറിയ ദേശത്ത് ഞാൻ കാണിക്കുന്ന മലയിൽ നീ ഹോമയാഗമർപ്പിക്കണം. തൻ്റെ സ്വന്തം കുഞ്ഞിനെ, തൻ്റെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിനെ ഹോമയാഗമർപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ പ്രകാരം അതിന് തലക്കെട്ട് കൊടുത്തത് അസാധാരണമായിരിക്കുന്ന ഒരു അരുളപ്പാട്. ഈ അരുളപ്പാട് കേട്ട് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും അതിനോട് ശക്തമായിട്ട് എതിർക്കും, സാധ്യമല്ല എന്ന് പറയും. എന്നാൽ അബ്രഹാമിനോട് ദൈവം വ്യക്തമായിട്ട് അരുളപ്പാട് അറിയിക്കുക. വേദന ഉളവാക്കുന്ന അരുളപ്പാടാണ്. തൻ്റെ മകനെ യാഗമർപ്പിക്കണം, ഹോമയാഗമർപ്പിക്കണം. പ്രയാസകരമായിരിക്കുന്ന അരുളപ്പാട്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവജനത്തിന്, ദൈവമക്കൾക്ക്, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ദൈവം സംസാരിച്ച എത്രയോ ഭക്തന്മാർ നമുക്ക് കാണുവാൻ കഴിയും. അബ്രഹാം മാത്രമല്ല, ഇസ്ഹാക്ക്, യാക്കോബ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ മോശ, ശമൂവേൽ പ്രവാചകൻ, ദാവീദ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസ്, പൗലോസ് ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ കേട്ടുകൊണ്ടിരിക്കുക. ഇവിടെ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ കേട്ടതായിരിക്കുന്ന അരുളപ്പാട് അസാധാരണമായിരിക്കുന്ന ഒരു അരുളപ്പാട്. അപ്പോൾ ദൈവം ചില സമയത്ത് തൻ്റെ മക്കളോട് ഇടപെടുന്നു, സംസാരിക്കും. ഇവിടെ അബ്രഹാമിനോട് ഇടപെട്ടത് ഒരു രാത്രിയുടെ യാമത്തിലാണ്. അതുകൊണ്ടാണ് താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റു. അപ്പോൾ അരുളപ്പാട് ലഭിച്ചത് എപ്പോഴാണ്? രാത്രിയിലാണ്. ദൈവം രാത്രിയിൽ തൻ്റെ മക്കളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കും. രാത്രി മാത്രമല്ല, പകലിൽ. എന്നാൽ കൂടുതലും രാത്രിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുക. അബ്രഹാമിനോട് രാത്രിയിൽ ഇടപെട്ടു. യാബൂക്ക് കടവ് കടന്ന യാക്കോബിനോട് ഒരു രാത്രിയിൽ ദൈവം ഇടപെട്ടു എന്ന് കാണുവാൻ കഴിയും. അവിടെ വെച്ച് ദൈവം അവനെ അനുഗ്രഹിച്ചു. ശമൂവേൽ പെട്ടകത്തോട് ചേർന്ന് കിടക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് രാത്രിയിൽ കേട്ടത്. ദൈവശബ്ദം ശമൂവേലേ, ശമൂവേലേ എന്ന് വിളിക്കുന്ന ശബ്ദം കേട്ടത് ഒരു രാത്രിയിലാണ്. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം രാത്രി തന്റെ മക്കളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. എന്തായിരിക്കും അതിൻ്റെ കാരണം? പകലത്തെ അധ്വാനം കഴിഞ്ഞ പ്രാർത്ഥനയോടെ കിടക്കുമ്പോൾ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ
മറ്റ് ടെൻഷനില്ലാതെ ഉറക്കത്തിലേക്ക് വഴുതി വീഴും. ആ പ്രത്യേക നിമിഷങ്ങളിൽ ദൈവം തൻ്റെ മക്കളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുക. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, രാത്രിയിൽ പ്രാർത്ഥനയോടെ കിടക്കയിലേക്ക് മയക്കത്തിനായിട്ട് നമ്മൾ സമയം വേർതിരിക്കുമ്പോൾ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, ഇന്ന് രാത്രിയിൽ ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുവാനല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, സ്വർഗീയ ദർശനങ്ങൾ കാണുവാൻ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ കിടക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിക്കും. സ്വർഗീയ ദർശനങ്ങൾ കർത്താവ് നമുക്ക് നൽകും. സ്വർഗീയ കാഴ്ചപ്പാടുള്ളവരാണ് സ്വർഗത്തിലെ മഹാദൈവത്തോട് നിരന്തരം സംസാരിക്കുന്നവരും കർത്താവിൽ നിന്ന് കേൾക്കുന്നവരുമായിട്ട് ഈ ഭൂമിയിൽ പാർക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ അബ്രഹാമിനോടുള്ള അരുളപ്പാട് അസാധാരണമായ അരുളപ്പാട്. എല്ലാവരോടും ദൈവം ഇങ്ങനെ ഉള്ള അരുളപ്പാട് അറിയിക്കത്തില്ല. താൻ അറിയിച്ചാൽ അത് ചെയ്യുമെന്ന് ഉറപ്പുള്ള ഭക്തന്മാരോട് ദൈവം ഇടപെടും. സ്വന്തം മകനെ കൊന്നുകളയണം, യാഗമർപ്പിക്കണം. അത് പറഞ്ഞാൽ അതേപടി നിറപടിയായിട്ട് നിവർത്തിക്കും എന്നുറപ്പുള്ള ഭക്തന്മാരെ ദൈവം മറക്കത്തില്ല. ദൈവം ഇടപെടും, സംസാരിക്കും. ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് എന്തു പറഞ്ഞാൽ അത് ചെയ്യുവാനുള്ള ഒരു മനസ്സുള്ളവരായി നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിൻ്റെ അരുളപ്പാട്: നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ. അസാധാരണമായിരിക്കുന്ന അരുളപ്പാട്. രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ഈ അസാധാരണമായ അരുളപ്പാടിനോട് അബ്രഹാം എങ്ങനെയാണ് പ്രതികരിച്ചത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. മൂന്നാമത് വാക്യം: അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു, കഴുതയ്ക്ക് കൂപ്പിട്ട് കെട്ടി ബാല്യക്കാരെ രണ്ടുപേരെയും താൻ തൻ്റെ മകൻ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് ഹോമയാഗത്തിന് വിറകും കീറിയെടുത്ത് കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. ഇപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അസാധാരണമായിരിക്കുന്ന ഒരു അനുസരണം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അസാധാരണമായിരിക്കുന്ന അരുളപ്പാടിനോട് അസാധാരണമായിരിക്കുന്ന അനുസരണം കൊണ്ട് പ്രതികരിക്കുന്ന അബ്രഹാമിനെ നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. അവൻ്റെ അനുസരണത്തിൻ്റെ ആദ്യ പടി എന്ന വണ്ണമാണ് അവൻ അതികാലത്തെ എഴുന്നേറ്റു. കാരണം ദൈവം കൽപ്പിച്ച കാര്യം എത്രയും പെട്ടെന്ന് അതിവേഗം അത് ചെയ്തു തീർക്കും, പൂർത്തീകരിക്കും. അതുകൊണ്ട് ആദ്യകാലത്ത് എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി, രണ്ട് ദാസന്മാരെ വിളിച്ചുണർത്തി, തൻ്റെ മകനെയും തട്ടി ഉണർത്തി, വിറക് കീറി എടുത്തു, കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി. അബ്രഹാം തൻ്റെ ദാസന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡ് വിറക് അവിടെ കീറിയെടുക്കും, അല്ലെങ്കിൽ കീറിയിടും. എന്നാൽ അവരോട് പറഞ്ഞാൽ അബ്രഹാം തന്നെ വിറക് കീറി. അതിൻ്റെ കാരണം എന്താ? ദൈവത്തിൻ്റെ അരുളപ്പാട് ദാസന്മാരോടല്ല, ദൈവത്തിൻ്റെ അരുളപ്പാട് അബ്രഹാമിനോട്. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് അബ്രഹാമിനോടായതുകൊണ്ട് അതിൻ്റെ എ മുതൽ ഇസ്ഡ് വരെയുള്ള സകല കാര്യങ്ങൾ ആര് ചെയ്യണം? അബ്രഹാം ചെയ്യണം. കർത്താവ് നമ്മളോട് ഒരു കാര്യം അരുളി ചെയ്താൽ അത് മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കുകയല്ല, നാം തന്നെ അത് ചെയ്യും. അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ കാര്യങ്ങളും ആരോടാണോ അരുളി ചെയ്തത്, ആരോടാണോ അരുളപ്പാടുണ്ടായത്, അവൻ തന്നെ അത് പൂർത്തീകരിക്കണം. അബ്രഹാം അതുകൊണ്ട് തന്നെ ദാസന്മാരെ ഏൽപ്പിച്ചില്ല, താൻ തന്നെ വിറക് കയറി. അനുസരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അനുസരണത്തിൻ്റെ പടികൾ എന്ന് പറയുന്നത്: ഒന്ന്, ശ്രദ്ധിക്കുക; രണ്ട്, കേൾക്കുക; മൂന്ന്, അനുസരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, കേൾക്കണം, തുടർന്ന് അനുസരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നത്
അബ്രഹാമിൻ്റെ ഒരു അസാധാരണമായിരിക്കുന്ന ഒരു അനുസരണം. അവിടെ നമ്മൾ കാണുന്ന രേഖപ്പെടുത്തിയിരിക്കുന്നത് 3-ാം ദിവസം ദൈവം പറഞ്ഞ മല ദൂരത്തുനിന്ന് കണ്ടു. അപ്പോൾ അബ്രഹാം താമസിക്കുന്ന ദേശത്ത് നിന്ന് ദൈവം പറഞ്ഞ മോറിയ മലയിലേക്കുള്ള യാത്രയുടെ ദൂരം 3 ദിവസത്തെ വഴി ദൂരമുണ്ട്. അബ്രഹാമിന് വേണേൽ പറയാമായിരുന്നു, ദൈവമേ, ഞാൻ പാർക്കുന്ന ദേശത്ത് എത്രയോ മലകളുണ്ട്, അതിലൊന്നിൽ യാഗമർപ്പിച്ചാൽ പോരെ. എന്നാൽ അബ്രഹാം പറഞ്ഞു, നാം ആയിരുന്നു പറഞ്ഞേനെ, ഇവിടെ എത്രയോ മലകളുണ്ട്, എത്രയോ ഇടങ്ങളുണ്ട്, അവിടെ യാഗമർപ്പിച്ചാൽ പോരെ എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷേ അബ്രഹാം അങ്ങനെ ചോദിച്ചില്ല. 3 ദിവസമോ 6 ദിവസമോ ഇനി 300 ദിവസത്തെ വഴി ദൂരമുണ്ടെങ്കിലും ദൈവം കൽപ്പിച്ച് കിടന്നു കടന്നു പോകുവാൻ ഭക്തനായ അബ്രഹാമിന് മടിയില്ല. അതുകൊണ്ട് 3 ദിവസത്തെ വഴി ദൂരം അവർ യാത്ര ചെയ്തു. അപ്പോൾ ദൈവം കൽപ്പിച്ചത് പൂർണ്ണ രൂപത്തിൽ അനുസരിക്കുവാൻ കഴിയണമെങ്കിൽ അതെത്ര ദൂരമുള്ള കാര്യമാണെങ്കിലും, എത്ര വില കൊടുക്കേണ്ട കാര്യമാണെങ്കിലും, സമയം വേർതിരിക്കേണ്ട കാര്യമാണെങ്കിലും, എന്തു തന്നെയാണെങ്കിലും, പ്രിയമുള്ളവരെ, നമ്മൾ അനുസരിച്ച് അതൊരു അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. അനുസരിച്ചവരെ അനുഗ്രഹിക്കാതെ കർത്താവ് കടന്നുപോയിട്ടില്ല. പുറപ്പാട് പുസ്തകം 19:5 ഇബ്രാഹിം രേഖപ്പെടുത്തി, അനുസരിച്ചാൽ പ്രത്യേക നിധിയായിരിക്കും എന്ന് വെളിപ്പെടുത്തി. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ അനുസരിച്ചാൽ അതൊരു നിധിയായിരിക്കും, പ്രത്യേക സമ്പത്തായിരിക്കും. അനുസരിപ്പാൻ കഴിയുന്നവയ്ക്ക് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്, അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. പിതാവായിരിക്കും ദൈവം ഈ ഭൂമിയിലേക്ക് പുത്രനായ ക്രിസ്തുവിനെ അയച്ച ഉദ്ദേശ നിവൃത്തിക്ക് വേണ്ടി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ആ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ദൈവവൈതൽ അവൻ്റെ മരണം വരെയും ക്രിസ്തുവിനെ അനുസരിക്കുന്ന അസാധാരണമായ അനുസരണത്തിന് ഉടമകളായി മാറേണ്ടത് ആവശ്യമാണ്. അനുസരിക്കുന്നത് അനുഗ്രഹമാണ്, നന്മയാണ്, ആത്മീയ അലങ്കാരങ്ങളാണ്. 3-ാം ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത്, അബ്രഹാം ബാല്യക്കാരെ നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ട് മകനുമായിട്ട് മോറിയമല കയറിക്കൊണ്ടിരിക്കുമ്പോൾ മകനായ ഇസ്ഹാക്ക് ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പാ, യാഗത്തിനുള്ള വിറകുണ്ട്, കത്തിയുണ്ട്, പക്ഷെ യാഗമൃഗം എവിടെയാണ്? യാഗമൃഗം ന്യായമായ ചോദ്യമാണ്. കാരണം മകനായ ഇസ്ഹാക്ക് തൻ്റെ അപ്പൻ യാഗമർപ്പിക്കാൻ പോയ കാലഘട്ടങ്ങളിലൊക്കെ, സമയങ്ങളിലൊക്കെ, തൻ്റെ തിരിച്ചറിവിൻ്റെ ആ കാലഘട്ടം മുതൽ അപ്പൻ യാഗമർപ്പിക്കാൻ കടന്നു പോകുമ്പോൾ കത്തിയും തീയും വിറകും മാത്രമല്ല, യാഗമൃഗവും ഉണ്ട്. എന്നാൽ ഇവിടെ ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷെ യാഗമൃഗമില്ല. അപ്പോൾ ഈ ചോദ്യം ഭവനത്തിൽ നിന്നിറങ്ങിയപ്പോൾ മുതൽ ഉള്ളിൽ കിടന്നിങ്ങനെ കലങ്ങി മറിയുക. പക്ഷേ എപ്പോഴാണ് ചോദിച്ചതെന്നറിയാമോ? തൻ്റെ അപ്പനായിരിക്കുന്ന അബ്രഹാമിനെ തനിച്ച് കിട്ടിയപ്പോൾ. ദാസന്മാർ കൂടെ ഉള്ളപ്പോൾ ചോദിച്ചില്ല, അപ്പനെ തനിച്ച് കിട്ടിയപ്പോൾ ചോദിച്ചു. എൻ്റെ ഒരു ആത്മീയ ദൂത് എന്ന് പറയുന്നത്, എല്ലാ ആളുകളും കൂടിയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയത്തില്ല. എന്നാൽ സ്വർഗത്തിലെ അപ്പനുമായിട്ട് തനിച്ചിരിക്കുന്ന ചില സമയങ്ങളുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ സങ്കടങ്ങളെല്ലാം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും അപ്പൻ്റെ അടുക്കലേക്ക് തുറന്നു പറയുവാൻ ഒരു തടസ്സവുമില്ല. അപ്പോൾ അപ്പനോട് ചോദിച്ചതിൻ്റെ മറുപടി നാം ആയിരുന്നു ഒന്ന് പതറിയത്, പറയുവാൻ മടിച്ചേനെ, നമ്മുടെ ഹൃദയം തകർന്നേ. കാരണം ചാട്ടുളി പോലെയുള്ള ചോദ്യം ശരവേഗത്തിൽ ഹൃദയത്തിൻ്റെ അകത്തളത്തിലേക്ക് തറച്ചു കയറുന്ന
വേദന ഉളവാക്കുന്ന ചോദ്യം. എന്നാൽ അബ്രഹാമിനെ ശ്രദ്ധിച്ച് അബ്രഹാം കൊടുക്കുന്ന മറുപടി പ്രകാരമാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, മകനെ ഇസ്ഹാക്കേ, നീ ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല, ഇതെല്ലാം ദൈവം നോക്കിക്കും. അപ്പോൾ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട്, വേദനപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട്, സങ്കടപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട്, മുൻപോട്ട് മുന്നേറുവാൻ കഴിയാത്ത ചില പ്രതിസന്ധികളുണ്ട്. എന്നാൽ ഇന്ന് നമ്മളെ നോക്കുന്ന ഒരു കർത്താവുണ്ട്. കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിക്കും, പ്രിയപ്പെട്ടവർ ചോദിക്കും, പ്രിയപ്പെട്ടവൻ പ്രിയപ്പെട്ടവൾ ചോദിക്കും, മാതാപിതാക്കൾ ചോദിക്കും, സഹോദരങ്ങൾ ചോദിക്കും, സ്നേഹിതർ ചോദിക്കും, സഭക്കാർ ചോദിച്ചെന്ന് വരാം, കൂട്ടായ്മക്കാർ ചോദിച്ചവരാ, എന്തുകൊണ്ട് നിനക്കിങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് മുന്നേറുവാൻ കഴിയുന്നില്ല? നിനക്ക് പറയാൻ ഒരു മടിയുണ്ട്. എൻ്റെ കാര്യങ്ങളെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അത് ചന്തവും ഉചിതമായിട്ട് ചെയ്യും. ചോദ്യം ചോദിച്ച് മറുപടി കൊടുത്തു. മലയുടെ ഉന്നതങ്ങളിലെത്തി. യാഗപീഠം ഉണ്ടാക്കുന്നു. ഇസ്ഹാക്ക് അപ്പനെ സഹായിക്കുന്നു. യാഗപീഠത്തിൻ്റെ പണി പൂർത്തീകരിച്ചു. വിറകടുക്കി മകനെ സഹായിക്കും. വിറകടുക്കി കഴിഞ്ഞപ്പോൾ മകനെ കയറുകൊണ്ട് ബന്ധിച്ച് കോരിയെടുത്ത് യാഗപീഠത്തിൽ വിറകിന് മുകളിൽ വെച്ചു. ഇവിടെ ശ്രദ്ധേയമായിരിക്കും ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സമയത്തൊന്നും ഇസ്ഹാക്ക് അപ്പനോട് ചോദിച്ചില്ലപ്പാ, നിന്റെ ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞിട്ട് എവിടെ എന്ന് ചോദിച്ചില്ല. ഈ യാത്രയിൽ അബ്രഹാം വിജയിച്ചൊരു മേഖലയുണ്ട്. തൻ്റെ ദൈവത്തോട് താൻ കാണിക്കുന്ന സ്നേഹം മാത്രമല്ല, ദൈവത്തോടുള്ള ആഴമായ വിശ്വാസം അബ്രഹാം തൻ്റെ മകനിലേക്ക് അല്ലെങ്കിൽ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ അബ്രഹാം വിജയിച്ചു. തലമുറയാർക്ക് ഇസ്ഹാക്കിനെ നോക്കിക്കേ, അവനെങ്ങനെയാണ് അപ്പൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം അപ്പനിൽ നിന്ന് ഏറ്റെടുത്തത്. ഇനി എൻ്റെ അപ്പൻ എന്നെ യാഗപീഠത്തിൽ തുണ്ടമായി വെട്ടിമുറിച്ചാൽ ജീവനോടെ മടക്കി തരുവാൻ അധികാരവും ശക്തിയുമുള്ളവനാണ് എൻ്റെ അപ്പൻ്റെ ദൈവം. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ അബ്രഹാം വിജയിച്ചു. മൂന്നാമത്തെ ഭാഗം ഞാൻ ഇപ്രകാരം തലക്കിട്ട് കൊടുത്തു: അസാധാരണമായിരിക്കുന്ന വിശ്വാസം അബ്രഹാമിൽ മാത്രമല്ല, തലമുറയിലേക്ക് അത് പകരപ്പെട്ടു. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ലോകത്തിലെ പല കാര്യങ്ങളും എത്തിപ്പിടിച്ച് എടുത്തു കൊടുക്കുവാൻ, സ്വരുക്കൂട്ടി അവരെ ഏൽപ്പിക്കുവാൻ നെട്ടോട്ടമോടുമ്പോൾ സകലത്തിൻ്റെ ഉടയവനായ കർത്താവിനെ അവരുടെ ഉൾത്തടങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ നാം വിജയിച്ചോ അതോ നാം പരാജയപ്പെട്ടോ? നാം പരിശോധിക്കേണ്ടത് ആവശ്യം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ ഒരു കർത്താവ് നമ്മോട് കൂടെ. ആ കർത്താവിനുള്ള ആഴമായ വിശ്വാസം നമ്മുടെ തലമുറയിലേക്ക് പകരപ്പെടുന്ന അനുഭവം ഉണ്ടാകട്ടെ. അപ്പോൾ അസാധാരണമായൊരു വിശ്വാസം, കർത്താവിൽ ആഴമായി വിശ്വസിച്ചു. വിശ്വാസത്തിൻ്റെ നായകൻ കൂടെയുണ്ട്. ആ കർത്താവുള്ള വിശ്വാസത്തിന് മാത്രമുണ്ട്. എൻ്റെ ജീവിത വഴിയാത്രയിൽ എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ കർത്താവിൻ്റെ പക്കൽ നിന്ന് നൽകുവാനും എൻ്റെ പക്കലുണ്ട്. ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു. വിശ്വാസത്തിൻ്റെ പോരാട്ടങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ ആ പോർക്കളത്തിൽ പട്ടുപോകാതെ ഇന്നും വിശ്വാസത്തിനു വേണ്ടി വില കൊടുത്ത് നിൽക്കുന്ന ഭക്തന്മാരെ, ദൈവകുഞ്ഞുങ്ങളെ, എൻ്റെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിന്നും ജീവിക്കുന്നു. നാലാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 15 മുതലുള്ള വാക്യം: യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശം അബ്രഹാമിനെ വിളിച്ചു അരുളി ചെയ്തു, നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനെ മകനെ തരുവാൻ മടിക്കായി കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. നാലാമതായിട്ട് എപ്രകാരം ആഗ്രഹിക്കുന്നു? അസാധാരണമായിരിക്കുന്ന ഒരു അനുഗ്രഹം ഭക്തന്റെ മേൽ ദൈവം പകർന്നു കൊടുക്കുക. അസാധാരണമായ അരുളപ്പാട്, അസാധാരണമായിരിക്കും അനുസരണം, അസാധാരണമായിരിക്കും വിശ്വാസം,
അനുസരണ വിശ്വാസവും ജീവിതത്തിൽ നിലനിർത്തി പ്രാവർത്തികമാക്കിയ ഭക്തനെ സ്വർഗത്തിലെ ദൈവം അസാധാരണമായി അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചു. ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും, അതിലൊന്നിനും ഒരു കുറവില്ല. അവിടെ താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയാൻ, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തര ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്തു. ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടു. ബ്രാഹ്മണ സന്തതി കടൽക്കരയിലെ മണൽക്കര പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ പെരുകി. എത്രയോ രാജ്യങ്ങൾ അവരെ ഉന്മൂലം നാശം വരുത്തുവാൻ പല രീതിയിൽ അവരെ പീഡിപ്പിച്ചു. പക്ഷെ ഇന്നും ആ ജനത വർദ്ധിച്ചു വരികയാണ്. സകല ജാതികളും നിന്നാൽ അനുഗ്രഹിക്കപ്പെടും. നാം ഉൾപ്പെടെയുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടത് ഒരുവൻ അനുസരിച്ചതുകൊണ്ട്. ഒരുവനിൽ വ്യാപരിച്ച അസാധാരണമായ വിശ്വാസം, അവനിൽ പകരപ്പെട്ട അനുഗ്രഹം നമ്മളിലേക്കും പകരപ്പെട്ടു. ഈ കാലഘട്ടങ്ങളിൽ പ്രിയമുള്ളവരെ, ആ കർത്താവിൻ്റെ വാക്കുകളെ അനുസരിപ്പ്, ആ കർത്താവിനാഴമായി വിശ്വസിപ്പ്, ആ കർത്താവിൽ നിന്നുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ ഹെർമോൻ മലയിൽ നിന്ന് സിയോൻ മലയിലേക്ക് പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ സ്വർഗീയ മഞ്ഞ് നമ്മളിൽ പെയ്തിറങ്ങട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ദേശത്ത്, നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഈ സ്വർഗീയ മഞ്ഞിറങ്ങട്ടെ. അനുഗ്രഹത്തിന് മഞ്ഞിറങ്ങട്ടെ. നാം ഒരു അനുഗ്രഹമായി തീരട്ടെ. നാം അനുഗ്രഹമായി തീരുമ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, തലമുറ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും. നമ്മളൊരു ഉണർവുണ്ടാകട്ടെ. നമ്മളിലൂടെ നമ്മുടെ ഭവനത്തിൽ അത് വ്യാപരിക്കട്ടെ. അത് സഭയിലുണ്ടാകട്ടെ, നമ്മുടെ ദേശത്തുണ്ടാകട്ടെ. അരുളപ്പാടുകൾ കേൾക്കാം, അനുസരിക്കാം, വിശ്വാസത്തിൽ വേരൂന്നി വളരാം. അതിലൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു വേണം. പ്രിയ കർത്താവേ, ഈ തിരുവെഴുത്തുകളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. വചനത്തിൽ വേരൂന്നി വളരും, കൃപ ചെയ്യും. മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.